സമുദായമാണ് ഇതിൽ ഭൂരിപക്ഷം പരിശോധിക്കുക. അന്നത്തിന് വേണ്ടി സമുദായം നോക്കാതെ പണിയെടുക്കുന്ന പാവങ്ങൾ കണ്ണീരൊപ്പ് പോയിട്ട് പുനരധിവാസ പ്രക്രിയ കൊടുത്ത് ക്യാബറേ നടികൾ ആരാന്റെ മുമ്പിൽ തുണിയടിച്ചാട്ടാടുന്ന പെണ്ണുങ്ങൾ കല്ല് കുടിച്ച് കൂത്താടി നിൽക്കുന്നവന്റെ മുമ്പിൽ ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങളില്ലേ ഇവിടെ? റിസപ്ഷനിസ്റ്റായി പെണ്ണിനെ വെച്ചിട്ട് അവൾക്ക് അരമുണ്ടുടുപ്പിച്ചിട്ട് മേനിക്കൊഴുപ്പ് കാട്ടിയിട്ട് കച്ചവടം നടത്തുന്ന മുതലാളിമാരില്ല ഇവിടെ? എന്തേ നിരോധിക്കാത്തത്? എയർ ഹോസ്റ്റസ്മാർ വിവാഹം പോലും കഴിക്കാൻ ചില കമ്പനികൾ അനുമതി കൊടുക്കുന്നില്ല. വിവാഹം കഴിച്ചാൽ പുറത്താവും ജോലി. എന്താ പ്രശ്നം പറ? നമ്മുടെ സമൂഹത്തിൽ ഓരോ നിയമങ്ങളുണ്ടാവും. പിന്നെ സ്ത്രീ പുരുഷ സമത്വം അത് പറഞ്ഞ് പേടിപ്പിക്കണ്ട. ഇസ്ലാമിന് സ്ത്രീ പുരുഷ സമത്വം ഇല്ല എന്ന് പറയണ്ട. കാരണം എന്തുകൊണ്ട്? ഈ സ്ത്രീക്ക് മാന്യമായ പദവി ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ട് അത് വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണം. ഒരു സമൂഹത്തിൽ ഈ സമത്വം ഇല്ല. ആർക്കാ ഉള്ളത്? ശബരിമലയിലേക്ക് എന്റെ ഹിന്ദു സുഹൃത്തുക്കൾ ആർത്തവമുള്ള പെണ്ണിനെ കേട്ടൂല. ഋതുമതിയാവുന്ന കാലത്ത് 60 വയസ്സ് കഴിയണം. എന്താ കാരണം? അത് അവരുടെ നിയമമാണ്. നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം ശബരിമലയിലേക്ക് ആരെ കേട്ടണം കേട്ടണം തീരുമാനിക്കാൻ അവർക്ക് അവകാശം. ഞാനത് എടുത്തു ധരിച്ചു എന്ന് മാത്രം. എന്റെ പെണ്ണിന് ദൈവത്തെ കാണണ്ടേ? പെണ്ണിന് മല ചവിട്ടണ്ടേ? അങ്ങനെ ചോദിച്ചാൽ എന്താണ് ഇതിന്റെ അർത്ഥം? വേദപഠനം സ്ത്രീകൾക്ക് പാടില്ല എന്ന് പറഞ്ഞ മതമില്ലേ? കന്യാ സ്ത്രീകൾക്ക് വിവാഹം പാടില്ലല്ലോ. അതെന്തേ അങ്ങനെ? ചോദിക്കാൻ പാടില്ല. അവരുടെ നിയമമാണ്. ഇടവകയുടെ ഭരണം എപ്പോഴും അച്ഛന്റെ കയ്യിലാണ്. ഒരു മദർ സുപ്പീരിയർ ഇടവക ഭരിക്കൂല. ക്രിസ്തവ സമൂഹത്തിന് ക്രൈസ്തവ സുഹൃത്തുക്കളുടെ ലോകത്തെ അധ്യക്ഷൻ മാർ പാപ്പയാണ്. ദുനിയാവിൽ ഇനി ഒരു മാർ മാമ വരൂല, വന്നിട്ടില്ല. കാരണം പെണ്ണിനെ പറ്റൂല. അവ ലോകത്ത് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞ ഒരു മതത്തിലും നടക്കൂല. നമ്മളതിനെ ചെറുതാക്കിയല്ല. സത്യത്തിൽ ഓരോ മതത്തിനും അതിന്റേതായ നിയമങ്ങളുണ്ട്. ഞങ്ങളും പറയുന്നു ഞങ്ങൾക്ക് വാശിയല്ല. തിൽക ഹുദൂദുല്ലാഹി വലാ തഅതദൂഹാ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫൗലായിക ഹുമുൽ ളാലിമൂൻ. അതാ ഞങ്ങൾക്ക് പേടി. അല്ലാഹുവിന്റെ പരിധിക്ക് അപ്പുറം കടക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. പടച്ച റബ്ബിന്റെ പരിധി ഞങ്ങൾ പാലിക്കുന്നു. അവിടെ അവസാനമായി ഞാൻ പറയുന്നു, വിവാഹമോചന പ്രശ്നം പറയുന്നു പേടിപ്പിക്കണ്ട. കാരണം കേരളത്തിൽ തന്നെ ഒരുപാട് വിവാഹമോചനം നടക്കുന്നുണ്ട്. സെലിബ്രേറ്ററി വിവാഹങ്ങളിൽ മോചനം നടന്നില്ലേ? പറയുന്നത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ അടുത്ത കാലത്ത് നമുക്കറിയാം ഒരുപാടുണ്ടല്ലോ. കേരള നിയമസഭാ സാമാജികന്മാരിവിടെ ഉണ്ട്. കേരള നിയമസഭയിൽ ഇരിക്കുന്ന 2 ആളുകൾ മുകേഷും ഗണേഷും വിവാഹമോചനം നടത്തില്ലേ? ആർക്കും പരാതിയില്ല. ആർക്കും പരാതിയില്ല. ദിലീപ് കാവ്യമാധവ വിവാഹം കഴിച്ച് ഒഴിവാക്കി, കുഴപ്പമില്ല. എന്തിനധികം കഴിഞ്ഞ വർഷം ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ മകൾ ഡൈവോഴ്സായി ഇപ്പൊ വേറെ വിവാഹം കഴിച്ചു. വാർത്തയാവൂല. കാരണം എന്താ? മുസ്ലിം തൊലാഖിലേറെ പ്രശ്നമാവും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ തിരുവനന്തപുരത്ത് കോടതിയിൽ ജോയിന്റ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ഭർത്താവിൽ നിന്ന് മോചിതയാകാൻ. പരാതിയില്ലല്ലേ? ഈ പരാതിയില്ല. മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഒരു തൊലാഖില്ലല്ലോ വലിയ വിഷയമായതാരാ? അത് അവരുടെ കുറ്റമല്ല. മീഡിയകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. മീഡിയക്കാരോട് ഞങ്ങൾ പറയുന്നു, ഇസ്ലാമിന്റെ തൊലാഖിനെ കുറിച്ച് വിവാഹത്തെ കുറിച്ച് പഠിച്ചിട്ട് പ്രതികരിച്ചാൽ മതി. എവിടെയെങ്കിലും ഒരു തൊലാഖ് നടക്കുമ്പോഴേക്കും കുഴപ്പം കാണിക്കണ്ട. എടുത്തു ചാടി തൊലാഖ് ചൊല്ലൽ ഇസ്ലാമിന്റെ മാനദണ്ഡമല്ല. മദ്യപിക്കാൻ ഇസ്ലാം അനുമതി കൊടുത്തില്ല. മദ്യപാനിയുണ്ട് എന്ന് പോയി എടുത്തു ചാടി തൊലാഖ് ചെല്ലുന്നവർ ഇസ്ലാമിൽ ഉണ്ടാവും. പക്ഷെ അത് ഇസ്ലാമിനെ സാമാന്യവൽക്കരിക്കരുത്. അതുപോലെ തന്നെ ഈ രാജ്യത്തെ നടപ്പാക്കാൻ പ്രകടന പത്രികയിൽ എഴുതി പിടിച്ച BJP-കാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ RSSന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എങ്കിൽ ഒരു കാര്യം ഞങ്ങൾ തീർത്ത് പറയുന്നു, ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി പടപൊരുതിയ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാദിരിയ ത്വരീഖത്തിന്റെ ആത്മീയ നായകൻ ആലിം മുസ്ലിയാർ, മമ്പുറം തങ്ങൾ മഖ്ദൂമുമാർ, ഉമർ ഖാദിയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും, ലവക്കുട്ടിയും കുഞ്ഞലവിയും, ചമ്പരശ്ശേരി തങ്ങളും കട്ടിലശ്ശേരി മൗലവിയും MP നാരായണ മേനോനും ചോര കൊണ്ട് ചിത്രം വരച്ച് വാങ്ങിയ സ്വാതന്ത്ര്യത്തിന്റെ ഭൂമിയിലായി ആളുകൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ ചങ്കിലെ ചോര കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ മതാവകാശം ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു വിട്ടുവീഴ്ചയും ഈ സമൂഹം അതിന് ചെയ്യുന്ന പ്രശ്നമില്ല. ഞങ്ങൾക്കതിന് നേതൃത്വം കൊടുക്കാൻ ധൈര്യവും സ്ഥൈര്യവുമുള്ള പണ്ഡിത സഭയുണ്ട്. അഖലാഖിനെ കൊന്നുകൊണ്ടും ബീഫിന്റെ പേര് കലാപം സൃഷ്ടിച്ചുകൊണ്ടും ഗർവാപസി കൊണ്ടുവന്നുകൊണ്ടും മല്ലേശപ്പ കൽബുർഗിയെയും പെരുമാൾ മുരുകനെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടും സുധീന്ദർ കുൽക്കർണിയുടെ തലയിൽ കരിയോൽ ഒഴിച്ചുകൊണ്ട് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടും BJP-കാർ മുന്നോട്ട് പോകുമ്പോ വിനയപൂർവ്വം കൈകൂക്കിക്കൊണ്ട് ചോദിക്കട്ടെ, എന്താ RSSന്റെ തത്വം? എന്താണ് RSSന്റെ അടിസ്ഥാന പ്രമാണം? മാനവ സേവയാണ് മാധവ സേവ, ജനസേവയാണ് ജനാർദ്ദന സേവ, നരസേവയാണ് നാരായണ സേവ. നിങ്ങൾ മനുഷ്യനെ സേവിച്ചോ കൊന്നോ? നിങ്ങൾ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചോ? എന്ത് ചെയ്തു നിങ്ങൾ? UP ഇലക്ഷൻ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം പറയുന്നത്, ഇലക്ഷൻ വരും പോകും. ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇനി ഇന്ത്യക്കൊരു വിഭജനം താങ്ങാൻ കഴിയില്ല. ഞങ്ങൾ ആരും ഇന്ത്യ വിഭജിച്ചതിന് അനുകൂലമല്ല. ഇന്ത്യയിൽ മുസ്ലിമേതര പ്രദേശം കെട്ടിപ്പടുക്കാൻ RSSന്റെ അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് നേരത്തെ ഇന്ത്യ വിഭജിച്ചത്. ഇവിടെയൊക്കെ ഉണർന്നു പ്രവർത്തിക്കണം. ഷാനവാസ് MP ഇവിടെ വന്നിട്ടുണ്ട്. കോൺഗ്രസിന് ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യയിൽ ഒരു ഉയർന്ന രാഷ്ട്രീയ പാർട്ടി KPCC ഈ
ഏക സിവിൽ കോഡ് എതിർക്കുന്നു എന്നറിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ആ രീതിയിൽ തന്നെ മതേതര ജനാധിപത്യ കക്ഷികൾ ഒന്നിച്ചെന്നാൽ ഈ അപകടത്തെ ചെറുക്കാൻ കഴിയും. ആ അപകടത്തെ ചെറുക്കാൻ നമുക്കൊപ്പം എല്ലാവരും നിൽക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഈ നിയമത്തെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. വി റിജക്ട് യൂണിഫോം സിവിൽ കോഡ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൈതൃകമെന്ന് പറയുന്ന ഓരോ പ്രധാനമന്ത്രിയും ഓരോ പ്രസിഡന്റും നമ്മുടെ രാജ്യത്തെ ചെങ്കോട്ടയിൽ കയറി എന്ന് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. ചെങ്കോട്ട കെട്ടിക്കൊടുത്ത മുഗൾ രാജാക്കന്മാർ മുസ്ലിങ്ങളാണെങ്കിൽ അവിടെ കയറി നിന്നുകൊണ്ട് പ്രസംഗിച്ച രാജ്യത്തെ ഭരണാധികാരികൾ പലരും പറഞ്ഞൊരു വാക്കുണ്ട്, ദേശേ കൈസാ ഗുശ്നുമാ ബാഗുഹോ, രാജ്യം ഒരു വലിയ പൂങ്കാവനമാകട്ടെ. രാജ്യം ഒരു വലിയ പൂങ്കാവനം, ഒരു പൂന്തോട്ടം. ദേശേ കൈസാ ഗുശ്നുമാ ബാഗുഹോ ജിസ്മേ ഹർ ധർമ്മ കെ ഫൂൽ ഖിലേ और उसकी मिली जुली महक सारे देश को एकता और प्रेम में भिगो दे. ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുതൽ പ്രഗത്ഭരായ ഇന്ത്യയുടെ നായകന്മാർ സക്കീർ ഹുസൈൻ അടക്കം പ്രസംഗിച്ച പ്രസംഗമാണത്. രാജ്യം ഒരു വലിയ പൂങ്കാവനമാകട്ടെ. ജിസ്മേ ഹർ ധർമ്മ കെ ഫൂൽ ഖിലേ, അതിൽ ഓരോ നല്ല പൂക്കളും വിരിയട്ടെ. വിവിധ മതങ്ങളാകുന്ന വിവിധ നിറത്തിലും വാസനയിലുമുള്ള പൂക്കൾ. और उसकी मिली जुली महक, അവയുടെ സൗകുമാര്യത, സുഗന്ധം സാരേ ദേശ് കോ ഏകത और प्रेम में भिगो दे. ഇന്ത്യ മഹാരാജ്യത്തെ ഐക്യത്തിലും സ്നേഹത്തിലും മുക്കി നിമഗ്നമാക്കട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. എല്ലാ മതങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിക്കൊള്ളട്ടെ. ലികുല്ലിൻ ജഅൽനാ മിൻകും ശറഅതൻ വമിൻഹാജ. അല്ലാഹു ഓരോരുത്തർക്കും ഓരോ വഴി വെച്ചിട്ടുണ്ട്. ഇസ്ലാം ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല. ഞങ്ങൾ ഈ മുഹമ്മദ് അല്ലോ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഒരുത്തന്റെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് സ്വകാര്യ ജീവിതത്തിൽ പാലിക്കേണ്ട ഞങ്ങളുടെ മതപരമായ അടിസ്ഥാനാവകാശമാണ്. ഇത് ഫണ്ടമെന്റൽ റൈറ്റിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മാർഗനിർദ്ദേശക തത്വം കൊണ്ടുവന്നുകൊണ്ട് അതിനെ ഹനിക്കാൻ ആര് ശ്രമിച്ചാലും ശരി, നിങ്ങൾ ചെയ്യുന്നത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്, മുസ്ലിങ്ങളോടുള്ള വെല്ലുവിളിയല്ല, രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ്, രാജ്യത്തിന്റെ അടിസ്ഥാന തത്വത്തോടുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ചെറുക്കാൻ ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ്. ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഇന്ദ്രപ്രസ്ഥം ധരിക്കുന്ന പ്രധാനമന്ത്രിയോടും കൂട്ടാളികളോടും ഞങ്ങൾ പറയുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിനെതിരാണ്. ഈ കമ്മ്യൂണിറ്റിയുടെ വികാരത്തിനെതിരെ ആരെന്ത് കൊണ്ടുവന്നാലും ശരി, അപകടമില്ലാതെ ജനാധിപത്യ മാർഗത്തിൽ, സമാധാന മാർഗത്തിൽ അതിനെ ചെറുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ഒരിക്കലും നിയമലംഘനം നടത്തില്ല. രാജ്യത്തിന്റെ നിയമം നമ്മൾ അംഗീകരിക്കും. ഇന്നേ